കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ വയോധികയ്ക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി ബ്രൂസ്ലി ഷിബു പിടിയിൽ. ഒളിവിലായിരുന്ന പ്രതി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പിടിയിലാകുന്നത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. റിനു, ഗുഡ് ആഫ്റ്റർനൂൺ. കടുത്ത അച്ചടക്കത്തിന്റെയും ആഴമുള്ള ചിന്തയുടെയും ഒക്കെ പ്രതീകമായിരുന്ന ബ്രൂസ്ലിയുടെ പേര് കളയാൻ പോകുന്ന രീതിയിലുള്ള ബ്രൂസ്ലി ഷിബു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അതിക്രമം വല്ലാത്തൊരു പരാക്രമമായി പോയി. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇന്ന് 11 മണിയോട് കൂടിയാണ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ, അതായത് കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ബ്രൂസ്ലി ഷിബുവിനെ പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ മെയ് 9 പുലർച്ചെയാണ് ഈ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയ മാനസിക വൈകല്യമുള്ള സ്ത്രീയെ ബ്രൂസ്ലി ഷിബു ആക്രമിക്കുന്നത്. ബലാത്സംഗത്തിനിരയാക്കി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവരെ നേരം പുലരുമ്പോഴേക്ക് ഇവരെ അവിടെ നിന്ന് കാണാതാകുന്നു. തുടർന്ന് KSRTC ബസ് സ്റ്റാൻഡ് അധികൃതർ ഈ CCTV ഉൾപ്പെടെ പരിശോധിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ബ്രൂസ്ലി ഷിബുവിനെ തിരിച്ചറിയുന്നതും പോലീസിന് വിവരം നൽകുന്നതും. പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് തന്നെ ഈ സ്ത്രീയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവരെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ബ്രൂസ്ലി ഷിബു മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയോടുകൂടി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇയാൾ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്നാണ് അവിടേക്ക് എത്തുന്നതും ബ്രൂസ്ലി ഷിബുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.